ഒരു ആൾക്കാർ ഈ ഒരു സമയത്ത് കിട്ടുക എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് അത്രമാത്രം ഇവൻ്റെ പ്രവർത്തനം ശക്തമാണ്, ആരൊരു സംശയമില്ല. അല്ലാണ്ട് ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റൂല ഈ ഒരു കാലത്ത്. ഈ പുതിയ കാലം എന്ന് പറയുന്ന ജാതിയും മതവും ഒക്കെ അല്ലെങ്കിൽ വർണ്ണവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. പണ്ടതില്ല, അത് ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. ജാതിയും മതവും വർണ്ണവും ഒക്കെ ചർച്ച ചെയ്യുന്ന പുതിയ കാലത്ത് നമ്മളെ 25 വർഷം ഒരു നാടിനെ മൊത്തം സ്നേഹിച്ച് നടന്ന അല്ലെങ്കിൽ കലയോട് കലകച്ച് കിടന്ന ഒരു ക്ലബ്ബ് സൗപർണികൻ്റെ വലിയ രീതിയിലെ ആഘോഷം, ഗ്രാമോത്സവം, ഗ്രാമത്തിൻ്റെ ഉത്സവം തന്നെയാണ്. പെരിയ ഗ്രാമത്തിൻ്റെ വലിയ ഉത്സവം. അതിനോടനുബന്ധിച്ച് നാട്ടും പുറത്തെ നമ്മളെ പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികൾ, കുട്ടികളുടെ പരിപാടി, മുതിർന്നവരുടെ പരിപാടി, അവരൊക്കെ സന്തോഷമാണ്. കാരണം ദിവസങ്ങളോളം അതിനുവേണ്ട ഒരുക്കങ്ങൾ, ചർച്ചകൾ, അത് മാത്രമാണ്. കലയിലെടുത്ത് കലാപം ഉണ്ടാവില്ല, അതിന് സമയമില്ല. അതാണ് സത്യം. അതായത് അവർ എത്രയോ ദിവസങ്ങളായിട്ട് അതിന് മെനക്കെടുന്നത് പരിപാടി എന്ത് വേണം. രാജേട്ടൻ എന്ന് പറഞ്ഞ ബന്ധം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളിലെ ബന്ധമാണ്. അദ്ദേഹം എന്നെ ഒരുപാട് നിർദ്ദേശിച്ചിട്ടുണ്ട് പല പരിപാടികളിലും. അവരെ ബാലകൃഷ്ണപെരിയാലും വർഷങ്ങളോളം ഇല്ലേ. ഞാൻ ഈ നാട്ടിലൊക്കെ മുമ്പ് ഒരുപാട് പരിപാടി അവതരിപ്പിച്ച ഒരാളാണ്. പണ്ട് കലോത്സവം അല്ലെങ്കിൽ മിമിക്രി എന്തൊക്കെയോ പരിപാടിയിൽ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടുള്ള ഇഷ്ടംപോലെ ബാലകൃഷ്ണൻ്റെ പരിപാടിയിലൊക്കെ ഒരുപാട് നമ്മൾ ചെയ്ത സംഭവം. അപ്പം ബാലകൃഷ്ണൻ ഇങ്ങനെ രാജേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അങ്ങോട്ട് പറഞ്ഞപ്പോൾ അത് വരാമെന്നല്ലേ പറഞ്ഞു. കാരണം അതൊരു കലാകാരനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധവും സ്നേഹമാണ്. ഇതിന് മുമ്പ് ഞാൻ പല രീതിയിലും പരിപാടി ഇല്ലാത്ത സമയത്ത് നമുക്ക് പരിപാടി പിടിച്ചു തന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും വരാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. കാരണം നല്ല അടിപൊളിയായിരുന്നു, ആഘോഷമാണ്. ഞാനിവിടെ ഒരു പണ്ട് നൊസ്റ്റാൾജിയ, നമ്മളെല്ലാം നല്ല കാലത്തിൻ്റെ കുറേ അയവർക്കുന്ന ഓർമ്മകൾ ഇങ്ങനെ കുറേ കണ്ടുപാടാം. പഴയ കലപ്പിയും അങ്ങനെ ചിരവി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര പഴയ കാലഘട്ടത്തിലേക്ക് ഒരു യാത്ര പോയ പോലെ മനസ്സ് പോയി. ഞാൻ അവിടെ കുറേ സമയം അവിടെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയില്ല. അവിടെയൊക്കെ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മാത്രം ഒതുങ്ങി നോക്കും. എൻ്റെ സംഘാടകർ, വളണ്ടിയേഴ്സ് എല്ലാം അടിപൊളിയാണ്. എല്ലാം പ്രത്യേക യൂണിഫോമൊക്കെ ഇട്ട് അവർ എന്ത് പണക്ക് തയ്യാറാണ്. അങ്ങനെയുണ്ടല്ലോ, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവ. അപ്പം അവർ അതിൻ്റെ വനിതാ വേദിയിലൊക്കെ ഭയങ്കര സജീവമാണ്. അവരൊക്കെ യൂണിഫോമിലൊക്കെ ഇട്ട് ഭയങ്കര എനർജറ്റിക്കാണ്. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അത് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ക്ലബ്ബുകളും വായനശാലകളൊക്കെ പ്രവർത്തനം കുറച്ച് കുറവാതിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പണ്ടങ്ങനെയല്ല, എല്ലാ വർഷവും ഉത്സവം പോലെയാണ്. വാർഷികം, നാടകം, പരിപാടികൾ എന്നെല്ലാം പറഞ്ഞാൽ ഓരോ ക്ലബ്ബും, നമ്മുടെ ഭാഗത്ത് തന്നെ ഒരു 5 ക്ലബ്ബുണ്ട്, ഒരു ഏരിയ മാത്രം. ഇപ്പോൾ ഒരു ക്ലബിലും പരിപാടികൾ ഇല്ലാത്ത നമുക്ക് സങ്കടമാണ്. അങ്ങനെ ഉണ്ടല്ലോ, അന്നെല്ലാം പരിപാടികളാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം അങ്ങനെ വളർന്നത്. നമുക്കതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ഒരു ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് ഇതിൽ തന്നെയാണ്. പുതിയ തലമുറക്ക് ഈ ക്ലബ്ബുകളും വായനശാലക്കും വരണം, അതിൻ്റെ മെമ്പർ ആവണം, പുസ്തകം എടുക്കണം, കൊണ്ട് വായിക്കണം. വീട്ടിൽ നിന്ന് വായിച്ചാൽ മാത്രം പോരാ, വായനശാല തന്നെ വേണം പിള്ളേർ. വായനശാലയിൽ പോയിട്ട് അവിടെ ഇരിക്കണം കുറച്ച് സമയം, അല്ലെങ്കിൽ അടുത്ത പുസ്തകം നോക്കണം. അത് ഭയങ്കര അനുഭവമാണ്, അറിവാണ്. അപ്പോൾ സൗപർണികന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു യാദൃശ്യവുമായി കലാരംഗത്തേക്ക് വന്ന ഒരാളാണ്. ഒരിക്കലും യാത്രയിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അടിത്തറ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എങ്ങനെയാ എത്തിപ്പെട്ടത് അല്ലെ, ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അല്ലെങ്കിൽ വലിയൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ഭുതമാണ്. അങ്ങനെയല്ലോ, എൻ്റെ യാത്രയിലെന്ന് അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ഒരാളാണ്. അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തെ അഭിനയിച്ചിട്ട് അത് അങ്ങ് സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊന്നും കൊടുക്കാനോ എടുക്കാനോ ഇല്ലാത്ത ആളാണ്. അങ്ങനെയല്ല, ഒരു 5 രൂപ എടുക്കണം എന്ന് പറഞ്ഞാൽ സ്കൂൾ സ്റ്റാമ്പിൻ്റെ പൈസ പോലും 2 3 ഒരു സ്റ്റാമ്പിന് എത്ര പൈസ ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ. അന്ന് വെള്ളപ്പൊക്കം എന്നെല്ലാം പറഞ്ഞൊരു സ്റ്റാമ്പ് ഇറക്കുമല്ലോ, അത് തരും. പക്ഷെ ഇതിൻ്റെ പൈസ കൊടുക്കാൻ പോലും ചെറിയ പൈസ, 1 രൂപ അത്രേ ഉണ്ടാവുമല്ലോ. അത് കൊടുക്കാൻ പോലും നമുക്കില്ലാതെ എത്രയോ ദിവസങ്ങൾ മാറ്റി വെച്ച് അവസാനം കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അല്ലെങ്കിൽ അങ്ങനെയില്ലേ, അല്ലെങ്കിൽ ഒറ്റ കുപ്പായി ഇട്ടിട്ട് ഒരുപാട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് മഴ പെയ്യുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ ആസ്വദിക്കുന്നത് ആ മഴേൻ്റെ സൗന്ദര്യം, അത് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ കാറ്റ്. പക്ഷേ അന്ന് മഴേനെ ശപിച്ച ഒരാളാണ്. നല്ല വെള്ളിയാഴ്ച കുപ്പായം അല്ലെങ്കിൽ നനച്ച് പിഴിഞ്ഞ് ആറിയിട്ടാൽ തിങ്കളാഴ്ച ഉണങ്ങൂല. ഈ ഭയങ്കരമായ കർക്കിടക മാസത്തിലെ മഴ നമുക്ക് അത് ഉണങ്ങാത്ത ചണ്ടിട്ടിട്ട് പോകുമ്പോൾ അടുത്തിരിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഞാൻ.
അങ്ങനെ ഉണ്ടല്ലോ, ഇന്ന് നമുക്ക് മഴയെ ആസ്വദിക്കാം, നമുക്ക് ഏറ്റവും നല്ല ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് പോകാം. അങ്ങനെയുള്ള ഒരു നല്ല കാലം പുതിയ തലമുറക്ക്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ ഞാൻ ഏതൊക്കെ പറയുമ്പോൾ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കലോത്സവ വേദിയിലൊരു പരിശീലകനാണ്, എത്ര അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാം മാറി നിന്ന്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ പാട് ഉപരിപഠനം എന്ന് പറയുന്നത് പ്രീ ഡിഗ്രിയാണ് അന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതുപോലെ ആ കാലഘട്ടം. പക്ഷേ ഒന്നുകിൽ നല്ല മാർക്ക് വേണം കോളേജിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ വേണം പേര കോളേജിൽ പോകണം. പേര കോളേജ് ഗംഭീരമായിരുന്നു ആ കാലഘട്ടം, 10-35 വർഷങ്ങൾക്ക് മുമ്പിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇല്ല, പൈസ ഇല്ല. പേര കോളേജ് ഒരു മാസം പോയിട്ട് ഫീസ് ചോദിക്കുമല്ലോ, അപ്പം അവിടുന്ന് വിട്ടു. പിന്നെ വലിയ മാർക്കില്ല, അപ്പം കോളേജിലും പോകാൻ പറ്റില്ല. അങ്ങനെ 2 കോളേജേ ഇല്ലല്ലോ, അന്ന് +2 ഇല്ലല്ലോ. അപ്പം നേരെ പിന്നെ പോകാനില്ല ഒറ്റ മാർഗം കൂലിപ്പണിക്ക് പോലാ. അത് 15-16 വയസ്സായ ഞാൻ ഒരു പണിക്ക് പോയ ആളാണ്. കാരണം വീട്ടിൽ വേറെയും 2 ആളുണ്ട്, അവരെയും പഠിക്കച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ആ ചെറിയ പ്രായത്തെ പോയ ആളാണ്. അത് അങ്ങനെ ഒരു പീടിയിൽ രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഇല്ലേ ഒരു പണിയെടുത്ത് പല ജോലിയും ചെയ്ത് അങ്ങനെ. അപ്പം നമ്മളെല്ലാം അടഞ്ഞു എന്ന് വിശ്വസിച്ചു. വർഷങ്ങൾ 2 വർഷങ്ങൾക്ക് അവിടെ ജോലി ചെയ്തു. അപ്പോൾ നമുക്ക് കലയുമില്ല, ഒന്നുമില്ല. കാരണം ഒരു വെള്ളിയാഴ്ച മാത്രമാണ് ലീവ്. ആ വെള്ളിയാഴ്ചക്ക് സിനിമക്ക് പോയി, വേറെ ഒന്നുമില്ല. അവിടെ തീർന്ന് രാവിലെ പണിക്ക് പോവും. അങ്ങനെ പോയാൽ അല്ലാതെ നമ്മളെ കൂട്ടുകാരൊക്കെ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കളിക്കാൻ വരെ സ്പോർട്സ് നല്ല ഇഷ്ടമായിരുന്നു. ഒന്നും ഇല്ലാതെ ആ പീടിയൻ്റെ മാത്രം 2 ഷട്ടറിൻ്റെ ഉള്ളിൽ ഒതുങ്ങി എൻ്റെ ഒരു ജീവിതമായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം കലോത്സവത്തിന് പഠിപ്പിക്കാൻ പോകും. ഗ്യാപ്പ് കിട്ടുന്ന സമയത്തെല്ലാം ചെറിയ നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ പോയി പഠിപ്പിക്കും. നമുക്ക് ഒന്നും അറിയാത്തതായിരുന്നു ഞാനെല്ലാം പഠിപ്പിച്ചത്. പക്ഷേ അത് സബ് ജില്ല സ്റ്റേറ്റിലൊക്കെ ഒരുപാട് സമ്മാനം മേടിച്ചു. 20 വർഷം തുടർച്ചയായി സ്റ്റേറ്റ് യൂത്ത് സമ്മാനം മേടിച്ച ഒരാളാണ് ജയരാട്ടനതല്ല. ജയരാട്ടൻ എത്രയോ ഇന്റർവ്യൂല് എന്നെ ചെയ്ത ആളാണ്. മനുഷ്യ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ജയരാട്ടനെ പല വേദികളും കാണാൻ ജയരാട്ടൻ പറയാൻ എത്രയോ ഇന്റർവ്യൂകളൊക്കെ ഒരു വലിയ ചാനലൊക്കെ. അങ്ങനെ കലോത്സവം അല്ലെങ്കിൽ കല ഇത് മാത്രമായിരുന്നു. അത് മുറുകെ പിടിച്ചു. അതിനോടുള്ള സ്നേഹവും ബന്ധങ്ങളും ആഴത്തിലായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളും 16 ജില്ലകളും പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നാടകം, മൈമ്, സ്കിറ്റ്, ഓട്ടായിരുന്നു. അങ്ങനെയല്ലേ ഇവിടെ അംബേദ്കർ കോളേജിൽ ഒരു സ്കൂൾ അവിടെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പെരിയ പോളിടെക്നിക്കല്ലേ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും എല്ലാ നാട്ടിലും ഇല്ല യാത്രയായിരുന്നു. അത് ഏറ്റവും ഊർജ്ജമായിരുന്നു. ഈ ഊർജ്ജം എല്ലാം കിട്ടുന്നത് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ക്ലബ്ബുകളുണ്ട്, വാങ്ങിച്ചിട്ട് അതിൻ്റെ സജീവമായിരുന്നു ഈ സമയത്തെല്ലാം. അതിൻ്റെ പ്രവർത്തന മേഖല സജീവമായിരുന്നു. നാടകം സംഘടിപ്പിക്കല്, വായനശാല എന്തൊക്കെ പരിപാടി സംഘടിപ്പിക്കുക, ഇതന്നെയാണ് ഒരു കാലഘട്ടം മുഴുവൻ യാത്ര ചെയ്ത്. ആ യാത്ര എന്നെ സംബന്ധിച്ചോളം എൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അല്ലെ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്കായിരുന്നു നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. എൻ്റെ ഗുരുക്കൾ ഒരുപക്ഷെ എൻ്റെ കുട്ടികൾ തന്നെയാണ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത 1000-ലധികം 1000-2000 ശിഷ്യന്മാരുണ്ടാവും കേരളത്തിലെ എല്ലാ ജില്ലയും. ഒരു 6-7 മാസം മുഴുവൻ സമയം യാത്രയായിരുന്നു. അങ്ങനെ കലോത്സവവും നാടകവും